ജനസേവാ ശിശുഭവൻ നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ കായിക പരിശീലനത്തിനായി ആരംഭിച്ച സ്പോർട്സ് അക്കാദമി പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചുകുട്ടികളെ എടുത്ത് വളർത്തി വലുതാക്കി അവർക്കൊരു ജീവിതം നൽകിയ ഒരു മഹാനാണ് ശ്രീ ജോസ്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സേവനത്തിനും അദ്ദേഹം എല്ലാ സാമ്പത്തിക സഹായവും നടത്തുന്നുണ്ട്. കൂടാതെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ റോഡുകളുണ്ടാകുന്ന പട്ടിയുടെ കടിയേറ്റ് വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അത് ഗവൺമെൻറ്റിന് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയും അദ്ദേഹം വളരെയധികം ശ്രമിക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നന്ദി പറയാണ്. കൂടാതെ ഒരു പുതു ആരംഭം നിർദ്ധരായ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒരു സ്പോർട്സ് അക്കാദമി ഇവിടെ തുടങ്ങും. നിങ്ങളുടെ എല്ലാവരുടെയും ആശംസകളോടുകൂടി ഈ സ്പോർട്സ് അക്കാദമി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വളർന്നു വരുന്ന തലമുറയുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻതൂക്കം കൊടുക്കുന്നതിനു വേണ്ടി ജനസേവ ആരംഭിച്ചിരിക്കുന്ന സ്പോർട്സ് അക്കാദമി നമ്മുടെ നാടിന് ഒരു അനുഗ്രഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിർധന കുടുംബങ്ങളിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് പരിശീലന പരിപാടികൾ ആരംഭിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സ് താരം അനിൽഡ തോമസ് മുഖ്യ അതിഥിയായി. ഞാനും ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചത്. എൻ്റെ പേരൻസും കൂലിപ്പണിക്കാരാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു നിലയിൽ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഓരോ കുട്ടികൾക്കും നന്നായി ചെയ്യാൻ കഴിയട്ടെ. നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാരണം നമ്മൾ ഒരിക്കലും വിജയം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒന്നിനു വേണ്ടി ഇറങ്ങരുത്. കാരണം ഞാൻ ഒത്തിരി പരാജയങ്ങൾ നേരിട്ടിട്ടാണ് ശേഷമാണ് എനിക്കൊരു ഒളിമ്പിക്സ് എന്ന സ്വപ്നം എനിക്ക് സാഫല്യമാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. ഇവിടുത്തെ പരിശീലകർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും ആശംസകൾ. ലോകം അറിയപ്പെടുന്ന കായിക താരങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജനസേവാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ചാർലി പോളിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ ചെയർമാൻ ജോസ് മാവേലി ആമുഖ പ്രഭാഷണം നടത്തി. ആലുവ സെറ്റിൽമെന്റ് സ്കൂളിന് സമീപത്തുള്ള 25,000 ചതുരശ്ര അടി വരുന്ന ജനസേവാ ശിശുഭവൻ കെട്ടിടമാണ് സ്പോർട്സ് അക്കാദമിയായി മാറിയിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് സൗജന്യ കായിക പരിശീലനം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് ജനസേവയുടെ ലക്ഷ്യം. ജനസേവാ ശിശുഭവൻ ഒരു പുതിയ സംരംഭത്തിലേക്ക് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ജനസേവ സ്പോർട്സ് അക്കാദമി എന്ന പേരിൽ നമ്മൾ പാവപ്പെട്ട കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായിട്ട് ഒരു സ്പോർട്സ് അക്കാദമി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ്. 1996 ആലുവ ജനസേവ എന്ന പേരിൽ ജനസേവ ശിശുഭവൻ രൂപം കൊണ്ടത്. അന്നത്തെ രംഗങ്ങൾ പറയുമ്പോൾ നിരവധി കുട്ടികൾ അന്ന് തെരുവുകളിലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡുകളിലുമെല്ലാം ഭിക്ഷയാചിച്ച് പട്ടിണി കോലങ്ങളായി കഴിയുകയുണ്ടായി. അപ്പോൾ അവരെ രക്ഷിക്കാനായിട്ട് ആരും തന്നെ മുന്നോട്ട് വരുന്നുണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ പേര് കൂടി ചേർന്ന് ആലുവ ജനസേവ എന്ന പേരിട്ട് ഞങ്ങൾ ഒരു സംരംഭം ആരംഭിച്ചത്. അങ്ങനെ നിരവധി കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ജനസേവ ശിശുഭവനെ രക്ഷപ്പെടുത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അക്കാദമിയിലെ പരിശീലകരായി 3 വനിതാ കോച്ചുമാരെയും നിയമിച്ചിട്ടുണ്ട്. ഡോക്ടർ CM ഹൈദരലി, UC കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ ബിന്ദു M, കരിമാലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TM മുജീബ്, വാർഡ് മെമ്പർ EM അബ്ദുൽ സലാം, MM ജേക്കബ്, ചിന്നൻടി പൈനാടത്ത്, ജാവൻ ചാക്കോ, ഡോക്ടർ ഫ്രെഡി സൈമൺ, ജോർജ് ജോൺ വാലത്ത്, ജോസഫ് M പുതുശ്ശേരി, AS സുരേന്ദ്രകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു.